അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത് നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ഗൈസ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സുമതി വളവ് പോയ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ ഞങ്ങൾ സുമതിൻ്റെ ഫോട്ടോ എടുത്തില്ലേ ഗൈസ്? ഫോട്ടോ എടുത്തത് സിയാൻ്റെ ഐഫോണിലായിരുന്നു. ആ ഫോണാണെങ്കിൽ അവിടെ കളഞ്ഞു പോയി ഗൈസ്. സിയാനാണെങ്കിൽ ഭയങ്കര കരച്ചില്ലാണ് ഗൈസ്. പിന്നെ ഞങ്ങൾ എല്ലാ ബസ്സിൻ്റെ ഉള്ളിൽ എല്ലായിടത്തും തപ്പി കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉറപ്പിച്ച് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ പോയേക്കണം. കാരണം ഞാൻ ഫോട്ടോ എടുത്തത് അവൻ്റെ ഫോണിലായിരുന്നു. എടുത്തിട്ട് കൊണ്ടേ ബാക്കിൽ പാൻറ്റിൻ്റെ ബാക്കിലെ പോക്കറ്റില്ലേ അതിലിട്ടത് പെട്ടെന്ന് എനിക്ക് തെന്നി വരെ പുറത്തായിട്ടായിരിക്കും ഗൈസ് പോയത്. അപ്പോൾ നേരെ അതെടുക്കാൻ പോകണം നമുക്കിനി. കൂടെ അക്കുണ്ട് എന്താ സിയാനും ഉണ്ട്. ഷോൺ വന്നില്ല. പിന്നെ അന്ന് കുറച്ച് സീനായിരുന്നു ഗൈസ്. പിന്നെ സുമതി ബാക്കിലൊക്കെ വന്ന് പിന്നെ ആൾക്കാരൊക്കെ കൂടി വന്ന് ഒഴിപ്പിച്ച് വിട്ടതാണ് ആ പ്രയോഗത്തിന്. അല്ലേ സിയാനെ? അത് തന്നെ ഗൈസ്. ഭയങ്കരമായിട്ട് പണിയായിരുന്നു. കാരണം ആ വീഡിയോയിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം സുമതി കൊണ്ട് ആകെ സീനായി കളഞ്ഞ ഗൈസ്. അയ്യോ അത്രക്ക് സീനായിരുന്നു ഗൈസ്. അത് എന്നാലേ നമുക്ക് സിയാൻ്റെ ഐഫോൺ 17 Pro കിട്ടത്തുള്ളു. പിന്നെ ഇതിൻ്റെ ബാങ്ക് ഡീറ്റെയിൽസും അതൊക്കെ ഉള്ളതാണ്. അതുകൊണ്ടാണ് അത് നമ്മ പിന്നെ സുമതിയുടെ വായെ തന്നെ കയറി തപ്പാന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ പോട്ടെ പോടാപ്പനെ. അതാ ശരി, ഞാൻ പോയി തപ്പിയെടുത്തേക്കാം നിനക്ക് വേണ്ടെങ്കിൽ. ആ ഫോൺ എനിക്ക് വേണ്ട. ഇതൊക്കെ ഡീറ്റെയിൽസ് വേണ്ടല്ല. ഫോൺ വേണ്ട. എന്തോ മേടിക്കാം ഐഫോൺ. പിന്നെ സിയാന് പിന്നെ അതൊന്നും കാര്യമല്ലല്ലോ. പിന്നെ അവന്റെ അംബാനിയാണ്. ഈ കാണാണ്ട് പിച്ചക്കാരന് കുറച്ചു മുമ്പ് വഴി നിർത്തുള്ളൂ ഞങ്ങൾ. ഗൈസ് എൻ്റെ ഒരു ഗാനമുണ്ട്. ഗാനം സിയാന്റെ ഗാനം ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ പാടുന്നതാണ് സിയാൻ. പാടിക്കോ സിയാനെ? കാരണം ഇപ്പൊ ഗൈസ് നമുക്ക് നേരെ പോകണം. നമ്മുടെ അക്കുനെ വിളിച്ചിട്ടുണ്ട്. അക്കുനെ അറിയാൻ പാടില്ല, പക്ഷേ അക്കുവിന് ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. അല്ലേ അക്കുവേ? എന്തിനാ പറഞ്ഞെ? അറിയാൻ പാടില്ല മകന്. നമ്മൾ പോകുന്നത് സ്വർഗത്തിലോട്ടാന്ന് എനിക്കറിയാം. സുമതി വളവിലേക്കാണ്. ഹാപ്പി അല്ലേ? എടാ അന്ന് നമ്മ പോയില്ലേ അത് പോയതുകൊണ്ട് പേടിയില്ല. പോയതുകൊണ്ട് പേടിയില്ല. ഞാൻ പാട്ടാണ്. ഇപ്പൊ പേടിയില്ല. ഹലോ പേടിയില്ല, ചെറിയൊരു ഭയം. ബ്ലോഗ് എടുക്കട്ടെ. ഹലോ ഗായ്സ്, നമ്മളെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു ഗാനമാണ്, പുത്തൻ ഗാനമാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹലോ മൈക്ക് ടെസ്റ്റ് കൊടുത്തിട്ട് ഓക്കെ ഗൈസ് പാടാൻ പോവാണ്. 1 2 3 സ്റ്റാർട്ട്. യോ ഗ്യാങ് മലബാർ ഗ്യാങ് എമ്മച്ചാറ് കിട്ടുവാണ് പണ്ട് ചിട്ടിമാണം. എനിക്ക് കിട്ടി 10 കിട്ടി 5 മത്തുമാനം. എന്നാ നായി കെട്ടി പോയി വണ്ണു കൂട്ടും പാടി വണ്ണല ചിപ്സ് വായിൽ പത്സ് എന്നത്തെ ചപ്സ് ബോയ് കാണിത് ചിപ്സ് ബോയ് കാണിത് യോ യോ ഗ്യാങ് മലബാർ ഗ്യാങ് എമ്മച്ചാരെ കിട്ടി പോയി വട്ടും കൂട്ടും മാളം. അപ്പോൾ ഭയങ്കര ശരിയാണ് ഗൈസ്. വണ്ടിക്കകത്തുനിന്ന് എൻ്റെ പൊന്നു അക്കുവേ ചിരിച്ചിരിച്ച് വണ്ടി കാട്ടി കയറി. സോറി കാടില്ലല്ലേ, മഴ വന്നു. പിന്നെ ഗൈസ് എങ്ങനെയുണ്ടായി പാട്ട്? എടാ സിയാനെ പാട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യാട്ടോ. അതിപ്പോ ഇങ്ങനെ ചെയ്യണ്ട, കാരണം നീക്ക് ബോധം കെട്ടു വീണാലെങ്ങാനും. അപ്പോൾ ഗൈസ് നെക്സ്റ്റ് നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് കാണണ്ട. എത്തിരങ്ങോട്ട് കാണാം. നമുക്ക് വിശക്കാനുണ്ട്, എൻ്റെ വയറൊക്കെ വിളിക്കാറുണ്ട് സിയാനെ. സിയാൻ ലേവിക്കുട്ടനെ. അപ്പോൾ ഗൈസ് അവിടെ എത്തി. അപ്പോൾ ഗൈസ് നമ്മ ഇവിടെ ഒരു പാണ്ടി ലോറിയുടെ അടുത്ത് തരുന്നുണ്ട്. പക്ഷേ ബിയോണെ എൻ്റെ പാലും കുപ്പി ഉണ്ടായിരുന്ന അത് അക്കു എടുത്ത് കുടിക്കാനുണ്ടായിരുന്നു. ഡാ കള്ള. എടാ ഞാൻ കുടിച്ചിട്ടില്ല. ഞാൻ കുടിച്ചിട്ടുണ്ട്. നീ എന്നെ തല്ലോ? തല്ലോ. അപ്പൊ എന്താ എന്റെ കൈ പാൽ കുടിക്കാൻ പോവാ? പോകും. ചേട്ടാന്ന് പാല് കുപ്പി എങ്ങാനും എടുത്താ വീണ്ടും തരും. നമ്മുടെ നാട്ടില് ചേട്ടന്മാരാണ് പാല് കുടിക്കണം, കുഞ്ഞിപ്പിള്ളേര് പാല് കുടിക്കൂല. അതൊക്കെ അക്കുനെ പോലെ. ചേട്ടാ പാല് കുടിക്കാൻ എത്ര വയസ്സായി? എത്ര മാസമായി? വലുതാണ്ട. വലുതായോണ്ടാണ് ഇപ്പൊ ഞാൻ പാല് കുടിക്കാൻ. അക്കുവേ കള്ള ഇവിടെ വന്ന് നിന്നടാ.
നീ അങ്ങോട്ടൊക്കെ പോകണ്ട, അങ്ങോട്ട് പോയി അടിച്ച് കല വിളിക്കുഞ്ഞെ എന്ന് തോന്നുന്നു. ഞാൻ പൊളിക്കാം. വേണ്ട, ഇപ്പൊ പൊളിക്കണ്ട. ഇപ്പൊ നമ്മൾ അടിച്ച് പൊളിക്കും. മറ്റേ 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 സുമതിനെ എന്റെ ഐഫോൺ എന്നാലും നിന്റെ ഐഫോൺ പോയടാ പോട്ടറ. അതിന് ഐഫോൺ നിനക്ക് വേണ്ടതല്ലോ. അപ്പൊ ഞാൻ അത് അടുത്ത വേണ്ട, എനിക്ക് കയ്യില ഇതൊക്കെ ഡീറ്റെയിൽസ് അല്ലേ കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ഞാൻ നിനക്ക് സെക്കൻഡ് ഹാൻഡ് എടുത്തരാം. എന്ത് സാധനം? അയ്യേ അത് വേണ്ട, ഞാൻ ഇതെടുത്തേക്കാം. നമ്മടാ നീയല്ലേ എന്നാ പിന്നെ നമുക്ക് വണ്ടി വളക്കാം. പോകണ്ട, ഞാൻ പറഞ്ഞില്ല നീ അറിയാം. എനിക്ക് വണ്ടി തന്നാ മതി, ഞാൻ എടുത്തോളാം. സോറി, ഇതെന്റെ വണ്ടിയാണ്. എന്നാ പോയിക്കോ. ഇതേ അപ്പൊ ഞാൻ തന്നെ അപ്പൊ ആ ഫോൺ എനിക്ക് വേണോട്ടാ ചെയ്യാൻ. ഞാൻ തരുന്നില്ല. അങ്ങനെ വേണ്ട, കിട്ടണവർക്ക് മതി. വേണ്ട, കിട്ടണവർക്ക് അത് അക്കുവെ നീ തപ്പിക്കോ. നിനക്ക് കിട്ടിയാ നിനക്കത്. എനിക്ക് തന്നെ കിട്ടോളാം, കണ്ടോളാം. ഇതൊക്കെ വണ്ടി ഓട്ടോമാറ്റിക്കിലൊക്കെ പോകുന്നുണ്ട് കൈസ്. എന്താ വല്ല ബഗ്ഗാണ് ഗൈസ്. വണ്ടിക്കകത്ത് സുമതി കയറിയെന്ന് തോന്നുന്നു. ശരി, ഞാൻ വെറുതെ വന്നേ ഗൈസ്. സിയാം വാവേനെ പിട്ടാ ഗൈസ്. സിയാം കല്യാണം കഴിച്ച്. എടാ പോടാ. പിന്നെ കള്ള നീലേ സിംഗിളാണോ നീ? സിംഗിളാണ് നമ്മളെ കള്ളൻ സിംഗിളാണ്. എടാ അപ്പൊ നമ്മ മൂന്ന് സിംഗിളിയേ. നമ്മളെ ടീമിലേക്ക് പുതിയ ആള് വന്നേ. ഞങ്ങ ഇത്രയും കാലം വിചാരിച്ചത് ഞങ്ങ മാത്രമാണ് സിംഗിൾ എന്നാൽ. പക്ഷെ അല്ല, നമ്മളെ കള്ളനുണ്ട്. അപ്പൊ ഇനി തൊട്ട് കള്ളൻ നമ്മളൊപ്പം ഉണ്ടാവുന്നതാണ്. നമുക്ക് ഇവിടുന്ന് വല്ലതും വാങ്ങിച്ചിട്ട് പോകാം. സന്തോഷത്തിന്റെ ഭാഗത്ത് അതാണ് സിയാ. അതന്നെ ചെലവ് വേണ്ട, എന്റെ ചെലവാകാം. ഇന്ന് വേണ്ട, ഇന്ന് എന്റെ ചെലവാ. ഞാൻ പോയി വാങ്ങിച്ചിട്ട് തരാം. ഹലോ ചേച്ചി. ചേച്ചിയാണോ അമ്മാമ്മയാണോ ഇത്? ആ ചേച്ചിയെ. ഹലോ ആന്റി അങ്കിള് എല്ലാരും ചെലവ്. അടിപൊളി ചിപ്സും പണ്ടാരൊക്കെ ഉണ്ടാ. ചിപ്സ് വാങ്ങിച്ചാ പോരെ? എന്റെ പാട്ടിലെ ചിപ്സും പപ്സൊക്കെ. ചിപ്സ് വാങ്ങിച്ചാ പോരേന്നാ? എന്തെങ്കിലും മേടിക്കും. ചിപ്സും പപ്സും വാങ്ങിക്കാം. വൈകുള്ള ചിപ്സ് എനിക്ക് ചോളോ ചിപ്സ്. ചേച്ചി മറ്റേ ചിപ്സ് ഉണ്ട്, വല്ല സാധാ ചിപ്സും പിന്നെ വല്ല മുറുക്കൊക്കെ ഉണ്ടെത്താ. മോനെ എടുത്താരാ. എന്താ ആന്റി അങ്ങനെയൊക്കെ സംസാരിക്കണം ചെയ്യാന്? കിളവി കോസ്റ്റ് വട്ടാന്ന് ക്രീപ്പി ഒന്നും അല്ലടാ, അത് വേറെ എന്തോ കാപ്രിയ. കാപ്പി അതൊന്നും അല്ലടാ. ചേച്ചിയുടെ ശബ്ദം അല്ല ചേച്ചി ഇങ്ങനെയൊക്കെ. അതെന്താന്നറിയില്ല മോനെ, ജനിപ്പിച്ചപ്പോഴേന്ന്. ജനിച്ചപ്പോ തന്നെ അത് അങ്ങനെയെന്ന്. ഓ അപ്പൊ ശരി ചേച്ചി. അപ്പൊ ഇത് ഇങ്ങോട്ടതാ. എത്ര ചേച്ചി? 170 മോനെ. ആ ചേച്ചി ഇന്ന് ഇപ്പൊ അയച്ചുതരാം. ഗുളുഗുളുപ്പേ ചെയ്യൂ. ആ ഓക്കെ ചേച്ചി ചെയ്തിട്ടുണ്ടേ. ബാ ഞാൻ പോ. നീ എന്റെ ബാക്കിലുണ്ടല്ലോ സിയാനെ? ഇല്ല, ഞാൻ ബാക്കിൽ പോയടാ. ബാക്കിൽ പോയാ? ബാക്കിൽ വാ നോക്കപ്പോ ഗൈസ്. വയനാടൻ. എടാ സിയാനെ ഇതങ്ങടെ പിടിച്ചോ. വയനാടൻ ചുളിവ്. അങ്ങനെയൊന്നും പറയണ്ട. ബാ ചുളിവ്. എടാ വണ്ടിയുടെ ഗിയർ എവിടെയാടാ? ഗിയർ കാണൂലടാ. ഗിയർ മാറ്റാ. ഗിയർ കാണണ്ടായില്ല ഗൈസ്. കോൾച്ചേരത്തേക്ക് എന്താന്ന് അറിയാൻ പല ഗിയർ കോൾച്ചേരത്തേക്ക് മാഞ്ഞു പോയി. അയ്യോ വഴി ഇതല്ല. ഡ്രിഫ്റ്റ് ചെയ്യിപ്പിച്ചൊക്കെ ഗൈസ് അങ്ങോട്ട് വയനാട്. അപ്പൊ ഗൈസ് നമുക്ക് നേരെ ഇനി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അത് തന്നെ ഗൈസ്, അതും കൂടി ചെയ്തേക്കാം. അത് ഞാൻ പറയാൻ മറന്നു പോയതാണ് കുറച്ചു നേരം മുമ്പ്. അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റും ചെയ്യുക ഗൈസ്. ഓക്കെ, അത് തന്നെ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ പോകാം. എവിടേക്ക്? ഇങ്ങോട്ടേക്ക് നമ്മ പോകണ്ട. ഇങ്ങോട്ടൊക്കെ നമ്മൾ പോകണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ നേരെ സുമതി പോകണം. സുമതി വീട്ടിൽ പോകണം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴി അന്വേഷിക്കണം. ഒരു സുമതി നമ്മളെ കണ്ടാൽ നമ്മൾ സ്വർഗത്തിൽ എത്തിക്കോളും. നോ സീൻ. അന്ന് മണ്ടത്തരം കാണിച്ചില്ലായിരുന്നെങ്കിൽ ഗൈസ് ഇപ്പൊ പോകേണ്ട ഒരാവശ്യം വരൂലായിരുന്നു അല്ലേ? അത് ഞാൻ പറഞ്ഞല്ലോ, ഞാനാ മണ്ടത്തരം കാണിച്ചെന്ന്. അപ്പൊ ഗൈസ് ഇങ്ങനെ നമുക്ക് നേരെ എന്തിന് ഹോസ്പിറ്റലിൽ പോകണം. എന്റെ കൈ അടിച്ചുകൊണ്ട് ഇരിച്ചപ്പ. അപ്പൊ ഗൈസ് നമുക്ക് നേരെ പോണം. ഇവിടെ ഒരു മണ്ടൻ ചക്കൻ കുറെ നേരം ചിരിച്ചിട്ട് പുറത്താട്ട് പോകണേ. അക്കു എന്ന് പറയണ അവനില്ല എപ്പോഴും ജനാല തോന്നിട്ടിട്ട് അവിടെ ഇരിക്കണേ ഗൈസ്. അവൻ കള്ളനായോണ്ടാ ഇങ്ങനെ.
കള്ളം പോലും പൊക്കത്തൂടെ എയറോപ്ലെയിൻ സിബൂട്ടിയിട്ടില്ല. സിബു ഇട്ടറാക്ക് അല്ലെങ്കിൽ നിന്റെ വഴുതനെങ്കിൽ പപ്പടമൊക്കെ എല്ലാം കാണും. ഞാൻ സിബൂട്ടിട്ടുണ്ട്. ഇവന് വിച്ചേട്ടന് ഭ്രാന്താ. എടാ സിയാനെ നിന്റെ വഴുതനങ്ങ എന്നാണ് തുറന്നിരിക്കണം. ഓ മൂത്രമൊഴിക്കണ ജനാലയെ കൂടി ഇത്ര പ്രായമായിട്ട് ഞാൻ നിർത്തിയില്ലടാ. ഞാൻ ഇതിന് മൂത്രമൊഴിക്കണല്ലോ. നിനക്ക് തോന്നിയേക്കും. നീ എന്താ പിന്നെ വെള്ളം തുപ്പിയാണോ വയന്ന്? ഞാൻ വെള്ളം ഞാൻ നിന്റെ അടുത്ത് ഇരിക്കണല്ലേ തന്നെ. അപ്പൊ ആരാണ് ഇവിടെ സൈഡിൽ നിന്ന് മൂത്രമൊഴിച്ചത്? കള്ളം മൂത്രമൊഴിച്ച ഇവിടുന്ന് എന്താ ഞാൻ ക്യാമറ കൊണ്ടുവന്നപ്പോ നീ മാറിക്കളഞ്ഞ കള്ളം സൈഡിൽ നിന്ന് മൂത്രമൊഴിച്ച് ഞാൻ കണ്ടിപ്പോ വെള്ളം വെറുതെ അല്ല കൊച്ചു കള്ളം. നിനക്ക് ഇത്ര പ്രായമായിട്ട് നീ നടജനാലെ കൂടി മുള്ളണം. ഞാനൊക്കെയാണ് ഈ കണ്ട ഈ ബസ്സിന്റെ മൂട്ടിന്നല്ലേ മുള്ളി കൊടുക്കണം. ഞങ്ങൾക്ക് അതേ പോയിക്കില്ല. അതിൽ ജനാലെ കൂടെ ആൾക്കാരൊക്കെ നിന്റെ വഴുതന കണ്ട നീ എന്ത് ചെയ്യും? വഴുതനങ്ങ പൈസ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് എത്താനുണ്ട്. കുറെ നേരം പിടിക്കും വയസ്സ്, കുറെ യാത്ര ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. അപ്പൊ നമ്മൾ ഷോർട്ട് കട്ട് പിടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. വെക്കോത്തിക്കോളം അവിടെ. അപ്പൊ വെക്കോത്തിയിട്ട് കാണാം. സുമതി വളഞ്ച് അവിടെ എത്തിയിട്ട് കാണാം. സുമതി ചേച്ചിയുടെ വീട്ടിൽ എത്തിയിട്ടും കാണാം. സുമതി ചേച്ചിയുടെ വീട്ടിൽ എത്തിയതും കാണാം. ബൈ ബൈ. അപ്പൊ ഗൈസ് നമ്മ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അക്കൂനെ സിയാൻ പിടിച്ചിരിക്കാറുണ്ട്. അതാണ് കിളി പോയിട്ടിരിക്കണേ അക്കൂന്റെ. എന്ത് പരിപാടി ഇപ്പൊ സിയാനെ കാണിച്ചത്? സോറി എവി ഇരട്ട എവി. അപ്പൊ ഗൈസ് നമുക്കിനി നേരെ പോണം. സുമതി ചേച്ചി സിയാനെ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ വിളിച്ചു നോക്കി. മറ്റേ സാംസങ് ഗാലക്സി ഉണ്ട് ഞങ്ങൾ അതും വാങ്ങിച്ചാ. പിന്നെ എനിക്ക് ഫോണില്ലാണ്ട് പറ്റൂല. ഒരു ക്രിമിയൻ. നമുക്ക് ഇനി സുമതി ചേച്ചിയുടെ വീട്ടിൽ എത്തിയിട്ടേ നമ്മൾ ഇനി കാണുള്ളൂ. അപ്പൊ ഓക്കെ നിന്റെ തലേ. അപ്പൊ നമ്മ സുമതി ചേച്ചിയുടെ അമ്മാമ്മയുടെ വീട്ടിലെത്തിയാലുണ്ട്. ഇതാണ് സുമതി ചേച്ചിയുടെ അമ്മാമ്മ. പണ്ട് ജനിച്ചതാണ്. സോറി പണ്ടത്തെ അമ്മാമ്മ. പുതിയ അമ്മാമ്മ എന്നല്ല, പഴയ അമ്മാമ്മ തന്നെയാണ്. അമ്മാമ്മയുടെ വീട് ഇതാണ്. സുമതിയുടെ പഴയ വീട്. പിന്നെ സുമതി പുതിയ വീട് വെച്ചോണ്ടിരിക്കുമ്പോഴാണ് അവരവിടെ തള്ളിയിട്ട് കൊന്നത്. പോടാ അവൻ ഇങ്ങനെ നമ്മളെ ബസ്സിലേക്കും വേണമെങ്കിൽ ആത്മാവായിട്ട് കൂട്ടണം. അപ്പൊ ഈ ദിവസം നമ്മ വിൽക്കും. എന്നിട്ട് അക്കു നമ്മളെ കൂടെ വരൂല. അക്കു നമ്മുടെ കൂടെ വരൂല. വന്നില്ലെങ്കിൽ തന്നെ അത്യാവശ്യം പ്രശ്നം തിന്നു കിട്ടി. പാലുകൂടിയൻ നീ പോടാ. കള്ളം പെണ്ണണ്ട. കള്ളം പെണ്ണ. ഓ അപ്പൊ കിറുക്ക് പോടാ. എണ്ണം കൊടുത്തേക്ക്. ഞാൻ അടിക്കാൻ പോകുന്നു. കൊണ്ടടാ കൊണ്ടിട്ട് ഇവിടെ ഇത് മോങ്ങണ ഞാൻ കണ്ടേലേ. ആരോന്ന് കഴിയോണ്ടതാ. ഇപ്പൊ ഇത് ബോധം വന്നാ ബോധം വന്ന് വെളിവില്ലാത്തതിന് ബോധം വന്ന് ഇങ്ങനെയാണ് ഗൈസ്. നിങ്ങൾ കണ്ടുപഠിച്ചു. സിയാൻ പഠിപ്പിച്ചല്ലോ അല്ലെങ്കിൽ അല്ലേ സിയാനെ? അപ്പൊ ഗൈസ് നമ്മ സുമതിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. ഇത് രാവിലെ ഉണ്ടാ ഗൈസ്. യാത്രയല്ല രാവിലെ. വൈകുന്നേരമാണോ ഇത്? രാത്രി നമ്മളിപ്പോ എന്താന്ന് അറിയാല സുമതിക്ക് പവർ കൂടി നമ്മൾ. ഗൈസ് ഇത് രാവിലെയാണോ യാത്ര വൈകുന്നേരമാണെന്നൊന്നും ഓർമ്മയില്ല. നമുക്ക് ഒന്നാമതെ തലക്ക് കിറുക്കി പിടിച്ചിരിക്കണേ. സിയാൻ പിടിച്ച് കടിച്ചിട്ട്. സിയാൻ അങ്ങനെ സിയാൻ ഉപദ്രവക്കാരിയാണെന്ന് തോന്നുന്നു. കാരണം മറ്റേ രീതിയാ. സുമതി ഇല്ലടാ അവിടെ. സൂമയെ നോക്കണ്ടേ ആരുള്ള. വാടാ നമുക്ക് പോവാ സുമതിനെ. എടാ അന്ന് ഞാൻ ഏത് വഴിയായിരുന്നു ഓടിയത്? അപ്പൊ ആരുടെ ഒക്കത്ത് കൂടിയാ? അല്ല നീ നേരത്തെ ഓടിയത് ആ ബസ്സിന്റെ അവിടെ കൂടി. ആദ്യം ബസ് ഇട്ടില്ലേ ഗൈസ്? ഇവിടെ iPhone 17 Pro ഉണ്ട്. നിങ്ങളുടെ കൈ കിട്ടണമെങ്കിൽ നിങ്ങൾ പറയണം. സിയാൻ നീ എന്റെ ബാക്കിൽ ഇല്ലടാ. അത് നിഴല് കാണാൻ പറ്റാതല്ല. ചേച്ചി സുമന്ത ചേച്ചീനെ അവിടെ ഇവിടെ ആട് ഗൈസ്. അത് എവിടെ ആട്? നീ എവിടെയാടാ സിയാനെ? എന്റെ ബാക്കിൽ വേറെ സ്ഥലത്ത് നോക്കണേ. കിട്ടി വാ അതുവരെ മണ്ണപ്പോയിക്കും. എന്നാ 17 Pro എവിടെ നോക്കട്ടെ. ഓ 17 Pro തന്നെ. ഒരു 5
ഇപ്പൊ നിന്റെ പോക്കറ്റ് ഇട് അത് നമുക്കൊന്ന് ഇവിടെ ഒന്ന് കറങ്ങി നോക്കിയിട്ട് ഗൈസ് സുമതിയുടെ വീടിന്റെ ഉള്ളിലാട്ട് കയറാൻ പറ്റൂലെന്ന് തോന്നാൻ വെറുതെ പുറത്തുനിന്ന് നമുക്കൊന്ന് നോക്കിയിട്ടൊക്കെ വരാം. സുമതി അത് തന്നെ ഇവിടെയാണ് അന്ന് നമ്മ വന്നപ്പോ സുമതി നിന്നേച്ചത്. ഇവിടെ ചെയ്തത് എന്തോ AC ഒക്കെ ഉണ്ടോ സുമതി വീട്ടി സീൻ തന്നെ. ഇതിന്റെ ഇടയിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കണ വേണ്ട അവിടെ സുമതി ഉണ്ടെങ്കിൽ ഏയ് രാവിലെ ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. ദൂരെ നിന്നേച്ച സുമതി. അത് തന്നെ യാത്ര ആയാൽ പിന്നെ വരുമെന്ന് തോന്നുന്നു ഇവിടെ. രാത്രിയാണ് പോണം പോണം പോണം. അത് നമുക്ക് ഇവിടെ ഒന്ന് പോയി നോക്കട്ടെ ഗൈസ്. നമുക്ക് ഈ യാത്ര സുമതി പാമ്പ് പാമ്പ് എവിടെ? അയ്യോ ഓടിക്കോ ഗൈസ് പാമ്പ് വന്ന്. പ്രേത വീട്ടിൽ പാമ്പൊക്കെ ഉണ്ടാവൂലേ ഗൈസ്? ഗൈസ് ഇപ്പൊ ഒരു മൂർഖനൊക്കെ ഉണ്ട്. അനങ്ങാണ്ട് കിടക്കുന്ന കാടല്ലേ. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി ബസ്സിലോട്ട് കയറാം. അപ്പോൾ ഗൈസ് ബസ്സിലോട്ട് എത്തിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമുക്ക് കുറേ ദൂരം നടന്ന് ബസ്സിലോട്ടൊക്കെ തരണ്ട. അക്കു നീ ബസ്സിൽ നിന്ന് വന്നില്ലടാ, എന്താണ് വരാനാ? ഞാൻ വന്ന്, നീ എന്നെ കണ്ടില്ലേ? നീ കണ്ടുപോലും നീ വന്നു പോലും ഇല്ല. ഞാൻ തള്ളാണെന്ന് പോടാ കുഞ്ഞിച്ചക്ക. ഇല്ലടാ നിന്നെ ഞാൻ എടാ പണി പാടി ചെയ്യാന്. എന്താന്ന് വെച്ചാൽ വണ്ടി കുടുങ്ങിപ്പോയി. കൊള്ളാം. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി ഓടിയാ പോരെ ഇനി. അപ്പൊ ഗൈസ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇനി ഇറങ്ങി ഓടട്ടെ, അല്ലെങ്കിൽ ഞങ്ങളെ സുമതി പിടിക്കും. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു. ബൈ ബൈ.